ഹലോ ഫ്രണ്ട്സ്, ഇങ്ങോട്ട് നോക്കിയേ എന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പുതുതായി തുടങ്ങിയൊരു ചാനലാണ്. എല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് പ്രോത്സാഹിപ്പിക്കണം. ഇന്ന് നമ്മൾ പ്രോൺസ് തീയലാണ് വയ്ക്കുന്നത്. അതിന് പ്രോൺസ് 1/2 കിലോ പ്രോൺസ് എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയും പച്ചമുളകും തേങ്ങാക്കൊത്തും കൂടെ അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാനിലേക്ക് ഒരു പിഞ്ച് ഉലുവയും 5-6 ചെറിയ ഉള്ളിയും തേങ്ങയും കൂടെ നന്നായിട്ട് മൂപ്പിച്ചിട്ട് ഈ കളറാവുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കണം. എന്നിട്ട് അതിന് കരിഞ്ഞു പോവാതെ മാറ്റി വയ്ക്കണം. എന്നിട്ട് ചട്ടിയിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളിയും തേങ്ങാക്കൊത്തും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് എണ്ണയിൽ കിടന്ന് ഇത് നല്ലോണം ഒന്ന് വാടണം. സിമ്മിൽ വെച്ചിട്ടാൽ മതി, കരിഞ്ഞു പോകരുത്. സിമ്മിലിട്ട് നല്ലോണം ഒന്ന് വാടി കഴിയുമ്പോഴേ പുളിവെള്ളം ഒഴിക്കണം. ഒരു നെല്ലിക്ക വലിപ്പം പുളിയാണ് പിഴിഞ്ഞെടുത്തത് 1/2 കിലോ പ്രോൺസിന് വേണ്ടിയിട്ട്. അത് ഒഴിച്ചിട്ട് അപ്പോഴത്തേക്ക് വാടിയ പുളിവെള്ളവും കൂടെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ പ്രോൺസ് വേണം. പ്രോൺസിന് അധികം വേവ് വേണ്ട. പ്രോൺസ് ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് വേവും. ഒരുപാട് വെന്ത് പോയാൽ ഇത് റബ്ബറി ടൈപ്പ് ആവും. അതുകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അത് നമ്മളെടുത്ത് നോക്കുമ്പോൾ ആ പാകത്തിന് വെന്തിരിക്കും. കണ്ടോ, ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഇതിനെ ഇങ്ങനെ ആയി കഴിയുമ്പോൾ ഈ പാകമായി കഴിയുമ്പോൾ നമ്മളില്ല നേരത്തെ വറുത്തരച്ച് വെച്ച നമ്മുടെ ആ പേസ്റ്റ് തേങ്ങാക്കൂട്ട് അതിനകത്തേക്ക് ഇടുക. അതിട്ട് നല്ലോണം ഇളക്കി പുളിയും തേങ്ങയും പ്രോൺസും ഉള്ളിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി തിളച്ച് വരും. അപ്പോൾ നല്ലൊരു മണമൊക്കെ വരും എല്ലാത്തിൻ്റെയും കൂടെ ചേർന്ന്. അന്നേരം തിളച്ച് വരുന്നവരെ ഒരു 2 മിനിറ്റ് നമ്മളിതിനെ അങ്ങ് അടച്ച് വയ്ക്കാം. സിമ്മിലിട്ട് തരുന്നാലും മതി. കുറച്ച് കഴിയുമ്പോൾ ഒരു സിമ്മിൽ കിടന്ന് കുറച്ച് തിളച്ച് കഴിയുമ്പോൾ ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരും. കറി ഒന്ന് കുറുകി ചാറൊക്കെ കുറുകി വരും. ഒരുപാട് കുറുക്കണ്ട, കാരണം നമ്മൾ ഇത് ചട്ടിയിലാണ് വാങ്ങി വെച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് ഇരുന്നൊന്ന് കുറുകും. നമ്മളത് കുറച്ച് കരിവേപ്പിലയും കൂടെ മുകളിലിട്ടിട്ട് തീ ഓഫ് ചെയ്ത് അടുപ്പത്തൊന്ന് വാങ്ങി വയ്ക്കാം. വാങ്ങി വെച്ച് കഴിഞ്ഞ് ഇത് ഇപ്പോൾ കുറച്ചുകൂടെ ഒരു കുറുകിയായിട്ട് വേണമെങ്കിൽ ഇതിരുന്ന് കുറുകി വരും. അപ്പോൾ നമ്മൾ ഈ പാകത്തിന് തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം. കണ്ടോ, ഇനി ഞാൻ ചെയ്യുന്നത് കുറച്ച് റോസ്റ്റ് ഉണ്ടാക്കാൻ പോവാം പ്രോൺസിൻ്റെ തന്നെ. അതിനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ നമ്മളൊരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഈ പ്രോൺസിലേക്ക് നന്നായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കണം. എല്ലായിടത്തും ഓരോ പ്രോൺസിലും ഈ മസാല നല്ലോണം പിടിക്കത്തക്കോണം കുറച്ച് നന്നായിട്ടൊന്ന് തിരുമ്മി തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മളതിനെ ഒരു 2 മിനിറ്റോ 5 മിനിറ്റോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു ചെറിയ പാൻ എടുത്തിട്ട്, ഇത് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ, ചെറിയ പാനിലേക്ക് ഇതിനെ ഇങ്ങനെ വറുത്ത് കോരിയെടുക്കണം. ഇതിപ്പം ഞാൻ അത് ഫൈനലായ ഇതാണ് കാണിക്കുന്നത്. നമ്മളൊരു പാനിൽ ആദ്യമായിട്ട് ഇതിനെ ഒന്ന് വറുക്കണം. ഇതൊന്ന് വറുക്കുന്നതുണ്ട്. വറുത്ത് കോരി എടുത്തിട്ട് ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ഉള്ളി ഇടും. ഉള്ളിയും തേങ്ങാക്കൊത്തും പച്ചമുളകും തന്നെ ഇതിന് വിടുന്നത്. ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ്. വലിയ ഉള്ളി ഇട്ടാലും മതി, പക്ഷേ ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ്. ഇത് ആദ്യമേ നമ്മൾ വറുത്ത് കോരുന്ന ഇതാണ് കാണിക്കുന്നത്. എഡിറ്റിങ്ങിൽ ഞാൻ അത്ര പെർഫെക്റ്റ് ആവാഞ്ഞതുകൊണ്ടാണ് ഈ എഡിറ്റിങ്ങിൽ മിസ്റ്റേക്ക് വന്നത്, ക്ഷമിക്കുക. എന്നിട്ടിപ്പോൾ ഈ ആ ഉള്ളി നന്നായിട്ട് വാടിക്കഴിഞ്ഞു. കണ്ടോ, എന്നിട്ട് നമ്മളൊരു ചെറിയ വളരെ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടി ഇതിലേക്ക് ഇട്ടും ആ ഉള്ളിക്ക് വേണ്ടിയുള്ളത് മാത്രം. കാരണം നമ്മൾ പ്രോൺസിൽ നമ്മൾ ആൾറെഡി ഇതെല്ലാം മസാല ചേർത്തതാണല്ലോ. അതെല്ലാം കൂടെ വാടിക്കഴിയുമ്പം ഇതും അങ്ങോട്ട് ഇട്ടിട്ട് ആ മസാലകളെല്ലാം പിടിച്ചിരിക്കുന്ന ഇതിൻ്റെ ആ എണ്ണയും മസാലയും കുറച്ച് വെള്ളം ആ പ്ലേറ്റിലോട്ട് ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ഇതിനകത്തോട്ട് നമ്മളങ്ങ് ഒഴിക്കുക. എന്താണെന്ന് വെച്ചാൽ ആ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവാൻ. ഒരുപാട് വെള്ളം വേണ്ട, ആൾറെഡി എല്ലാം വെന്തത് തന്നെയാണ്. അപ്പോൾ ആ മസാല പറ്റിപ്പിടിച്ചിരുന്ന ആ മസാല എണ്ണയും കുടിഞ്ഞ് പോരട്ടെ. അങ്ങനെ ഒരു ശകലം വെള്ളം അതങ്ങോട്ടിട്ട് നമ്മളതിനെ ഒന്ന് തട്ടിപ്പൊത്തിയൊക്കെ ഇങ്ങനെ ഒതുക്കി വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് നടച്ച് വെച്ച് സിമ്മിലങ്ങ് വേണം. 1 മിനിറ്റോളം വെച്ചാൽ മതി, കൂടുതലൊന്നും വെക്കണ്ട. അപ്പോഴത്തേക്ക് എല്ലാം റെഡിയായി. പ്രോൺസ് റെഡിയായി, ഊണ് റെഡിയായി. പയർ മെഴുക്കുവരട്ടിയുണ്ട്, മോര് കറിയുണ്ട്, അയലക്കറിയുണ്ട്. പ്രോൺസ് നമ്മുടെ പ്രോൺസ് റോസ്റ്റാണ്. നല്ല അടിപൊളി ടേസ്റ്റായിട്ട് വന്നു. പിന്നെ നമ്മുടെ തീയൽ നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് തീയലിന്. പച്ചക്കൊഞ്ച് തീയൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു ടേസ്റ്റുള്ളൊരു വിഭവമാണ്. പിന്നെ എനിക്ക് നല്ല ജലദോഷവും ചുമയൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിന്ന് കഞ്ഞിയും ചെറുപയറുമാണ് കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഹെൽപ്പ് ചെയ്യണം.